പപ്പായ പുളിശ്ശേരി. പപ്പായ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. നന്നായി പഴുത്ത പപ്പായ തൊലി ചെത്തി കളഞ്ഞതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കുക. അതിനുശേഷം ഒരു ചീനച്ചട്ടിയിലോ കടായിയിലോ ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അതിൽ അല്പം എണ്ണയടിച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കുമ്പോൾ അതിൽ ഉണ്ട മുളക്, വറ്റൽമുളക്, കരിയപ്പല, എന്നിട്ട് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് പപ്പായ ജ്യൂസ് ഒഴിച്ച് ചെറുതായി ഒന്ന് ചൂടാക്കുക. അപ്പോൾ അതിലേക്ക് പൊടിച്ചു വച്ചിട്ടുള്ള ഉലുവാപ്പൊടിയും ജീരകവും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എടുക്കുക. എന്നിട്ട് നന്നായി കട്ട കളഞ്ഞ് ഉടച്ചു വച്ചിരിക്കുന്ന തൈര് കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പപ്പായ പുളിശ്ശേരിയായി കഴിഞ്ഞു. പപ്പായ പുളിശ്ശേരി ഒന്ന് റെഡിയാക്കി നോക്കൂ. മറ്റ് പുളിശ്ശേരികളെ അപേക്ഷിച്ച് ഒത്തുകൂടി മണവും രുചിയും തോന്നുന്നു. നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കൂ. പപ്പായ പുളിശ്ശേരി. എരിവിന് വേണ്ടി മുളക് പൊടി ചേർക്കേണ്ട കാര്യമില്ല. ഇതിലേക്ക് പച്ചമുളക് കീറിയിട്ടാൽ മതിയാകും. അല്പം കളർ ചേഞ്ച് വരുന്നതിന് വേണ്ടി അല്പം മഞ്ഞപ്പൊടി കൂടെ ചേർത്ത് കിടക്കുക. അപ്പോൾ നമ്മുടെ പപ്പായ പുളിശ്ശേരി ഓക്കെ. അടുത്ത വീഡിയോയിൽ കാണാം.